ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? എനിക്കിവിടെ സുഖമാണ് കേട്ടോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ട്രാവൽ വീഡിയോയോ ഫുഡ് വീഡിയോയോ ഒന്നുമായിട്ടല്ല കേട്ടോ, ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയതായിട്ട് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും തുടക്കക്കാർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. കോപ്പിറൈറ്റ് സ്ട്രൈക്കിനെ പറ്റിയും ക്ലെയിമിനെ പറ്റിയും എല്ലാവർക്കും അറിയാം. എന്നാൽ കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം, എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യണം എന്നതിനെ പറ്റി പലർക്കും അറിയില്ല. എനിക്കും അറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാനും പലരോടും ചോദിച്ചാണ് അത് മനസ്സിലാക്കിയത്. അപ്പൊ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഞാൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് അത് യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് ഓർത്തു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്തത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ് ഇത്. അപ്പോൾ നമ്മൾ ആദ്യം ഗൂഗിൾ ക്രോം വഴി വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യണം. യൂട്യൂബ് സ്റ്റുഡിയോ അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ആദ്യമേ വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യണം. അപ്പോൾ ചാനൽ ഡാഷ്ബോർഡാണ് ആദ്യമായി ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കിടക്കുന്നതാണ് ചാനൽ ഡാഷ്ബോർഡ്. അതിന് തൊട്ട് താഴെ തന്നെ ചാനൽ കണ്ടന്റുകൾ കാണിക്കുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ വീഡിയോസും ഷോർട്സും ഒക്കെ കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ട് താഴെ ചാനൽ അനലിറ്റിക്സ് ആണ് കാണിക്കുന്നത്. അതിന് താഴേക്കും 3-4 ഓപ്ഷൻസ് ഉണ്ട്. ഏറ്റവും താഴെ കിടക്കുന്ന ഓപ്ഷനാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്. അതാണ് ഓഡിയോ ലൈബ്രറി. ഇത് കണ്ടോ, കുറേ മ്യൂസിക് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വെറുതെ ഈ മ്യൂസിക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തില്ല. അതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു തരാം. ഇതിൽ ലൈസൻസ് ടൈപ്പ് എന്ന് കാണിച്ചേക്കുന്നത് കണ്ടോ, അതിൻ്റെ താഴെ യൂട്യൂബിൻ്റെ ചിഹ്നം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മ്യൂസിക് വേണം നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെ ഡൗൺലോഡ് നമുക്കിനി നോക്കാം. നമുക്ക് ഈ മ്യൂസിക് കേട്ട് നോക്കി ഇഷ്ടപ്പെടുന്ന മ്യൂസിക് മാത്രം ഡൗൺലോഡ് ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ കുറേ പാട്ട് നമുക്ക് കേട്ട് നോക്കാം. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സോങ് സെലക്ട് ചെയ്യണം. അതിൻ്റെ അവിടെ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ കാണിക്കും. അതേൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ മ്യൂസിക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആകപ്പെടും കേട്ടോ, ഡൗൺലോഡ് ചെയ്യപ്പെടും. ഇങ്ങനെ നമുക്ക് ഇതിൽ നിന്നും ഇഷ്ടം പോലെ മ്യൂസിക് സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്കോ ക്ലെയിമോ ഒന്നും വരത്തില്ല കേട്ടോ. വളരെ സേഫായിട്ട് നമുക്ക് യൂട്യൂബിൽ നിന്നും ഇങ്ങനെ മ്യൂസിക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വീണ്ടും നമ്മൾ ബാക്കിലേക്ക് വന്ന് ഈ മ്യൂസിക്കിൻ്റെ അടിയിൽ 3 ഡോട്ട് കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആട്രിബ്യൂഷൻ റിക്വയർഡ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും കുറേ മ്യൂസിക് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ലൈസൻസ് ടൈപ്പ് നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ CC എന്നാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് മ്യൂസിക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തെന്ന് വെച്ചാൽ, ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ പ്രശ്നമില്ല. നമ്മുടെ വീഡിയോയിൽ അത് യൂസ് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ മ്യൂസിക്കിൻ്റെ സോഴ്സും ആർട്ടിസ്റ്റിൻ്റെ ഡീറ്റെയിൽസും അതെല്ലാം നമ്മൾ കോപ്പി ചെയ്ത് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്തില്ല എങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്കോ ക്ലെയിമോ ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വീഡിയോസ് ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കണം. ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിനോ ആഡ് ചെയ്യുന്നതിനോ ഒന്നും പ്രശ്നമില്ല. അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പേസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് നോർമൽ രീതിയിൽ ഈ ലൈസൻസ് ടൈപ്പിൻ്റെ അവിടെ യൂട്യൂബിൻ്റെ ചിഹ്നം കാണിക്കുന്ന എല്ലാ മ്യൂസിക്കും നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഒരു പ്രശ്നവും വരത്തില്ല. ഈ മ്യൂസിക് ഇടുമ്പോൾ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ഒരു ഡീറ്റെയിൽസും ആഡ് ചെയ്യേണ്ടതും വരത്തില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക്